അമ്മേ ധന്യേ അൽഫോൻസാമേ, സഹനത്തിൽ വാടാത്ത പൂങ്കുലി. മിശിഹായിൽ പ്രിയമുള്ളവരെ, ദൈവം നൽകിയ ആരോഗ്യവും കഴിവുകളും എല്ലാം ഉപയോഗിച്ച് ജീവിതത്തിലെ സമ്പത്ത് മുഴുവൻ സ്വരുക്കൂട്ടി അന്തി ഉറങ്ങുവാനും വിശ്രമിക്കുവാനും തനിക്കായൊരിടം ഉണ്ടായിരിക്കുക എന്നത് ഏതൊരു മനുഷ്യ വ്യക്തിയുടെയും ജീവിത സാഫല്യമല്ലേ? അതെ, അതിനായി എത്ര കഠിനാധ്വാനം ചെയ്യുവാനും അവൻ തയ്യാറുമാണ്. നശ്വരമായ ഇഹലോക ജീവിതത്തിന് ആവശ്യമായ ഒരു ഗൃഹം പണിയുവാൻ നാം ഇത്രയേറെ പാടുപെടുമ്പോൾ അതിനെല്ലാം അപ്പുറത്ത് സ്വർഗീയ ഗേഹത്തിൽ തനിക്കായി മനോഹരമായ ഒരു ഭവനം പണിത ഒരു പുണ്യവതിയെ നാം സ്മരിക്കുന്ന ദിനമാണിന്ന്. വിശ്വശില്പിയായ മൈക്കൽ ആഞ്ചലോ ഒരിക്കൽ പറഞ്ഞു, ഈ കല്ലിൽ ഞാനൊരു ദേവതയെ കാണുന്നു, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അതിനെ കുത്തിക്കൊണ്ടേയിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് സർവശക്തനായ ദൈവം കുടമാളൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഒരു പെൺകുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇവളിൽ ഞാനൊരു വിശുദ്ധയെ കാണുന്നു, അത് പുറത്തു കൊണ്ടുവരുന്നതുവരെ ഞാൻ ഇവളെ കുത്തിക്കൊണ്ടേയിരിക്കും. ഈ ദൈവഹിതത്തിന് സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുവാൻ സഹനമെന്ന തീച്ചൂളയിൽ എരിഞ്ഞ് ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിലും നക്ഷത്ര തിളക്കമോടെ നമുക്ക് മുൻപിൽ ജ്വലിച്ചു നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ വിശുദ്ധിയുടെ ഭാഗവും ഭാരത സഭയുടെ സുവിശേഷ സാക്ഷ്യവും കേരള സഭയുടെ അനുഗ്രഹീത അഭിമാനവുമായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ മംഗളങ്ങൾ ഏവർക്കും സ്നേഹത്തോടെ നേരുന്നു. സഹനം എന്ന ഒറ്റയടി പാത സ്വർഗരാജ്യത്തിലേക്കുള്ള മഹത്വത്തിന്റെ രാജവീതിയാണെന്ന തിരിച്ചറിവിലൂടെ ക്രൂശിതന്റെ കാൽപ്പാടുകളെ അക്ഷീണം പിന്തുടരുവാൻ അൽഫോൻസാമയ്ക്ക് ധൈര്യമേകിയത് തന്നിൽ ജ്വലിച്ചു നിന്നിരുന്ന ദൈവസ്നേഹമായിരുന്നു എന്നതിൽ സംശയമില്ല. ഈ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് തൻ്റെ രോഗപീഠകളുടെ ഇടയിൽ പോലും മറ്റുള്ളവർക്ക് അത്താണിയാകുവാനും തന്നെ സന്ദർശിച്ചിരുന്നവരുടെ വേദനകൾ കേട്ട് അവരെ ആശ്വസിപ്പിച്ചും സന്തോഷം പകർന്നു അവർക്ക് ഈ സ്നേഹം പകർന്നു നൽകുവാൻ അൽഫോൻസാമ എന്നും ശ്രദ്ധിച്ചിരുന്നു. അതോടൊപ്പം തന്നെ രോഗികളായി കഴിഞ്ഞിരുന്ന തൻ്റെ സഹോദരിമാരെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിച്ചും തൻ്റെ ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്ന സാധനങ്ങളൊക്കെയും അവരുമായി പങ്കുവെച്ചും തന്നെ ശുശ്രൂഷിക്കുമ്പോൾ സഹോദരിമാർക്കുണ്ടാകാവുന്ന വിഷമങ്ങളെല്ലാം മനസ്സിലാക്കി തൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുന്ന രീതിയിൽ സ്വയം ചെയ്യുവാനും അവൾ എന്നും ശ്രമിച്ചിരുന്നു. ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാനാകുന്നത് തനിക്കാകുന്ന രീതിയിലെല്ലാം ലോകത്തിന് സേവനം ചെയ്യുക എന്നത് തന്നെയായിരുന്നു അവളുടെ ജീവിത ലക്ഷ്യം എന്നതാണ്. 33 വർഷക്കാലം നന്മ ചെയ്തും രോഗശാന്തി ഏകിയും അത്ഭുത പ്രവർത്തനങ്ങൾ നടത്തിയും ചുറ്റി സഞ്ചരിച്ച ഈശോ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമ്മളോട് അരുളി ചെയ്തത് ലോകത്തിന് സുവിശേഷമാവുക എന്നാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഈശോ നമ്മളെ ഭരമേൽപ്പിച്ച ഈ പ്രേക്ഷിത ദൗത്യം നാം പൂർത്തിയാക്കുന്നത് വലിയ പ്രഘോഷണ പ്രസംഗങ്ങൾ നടത്തിയോ, മിഷൻ പ്രദേശങ്ങളിൽ പോയി സുവിശേഷ പ്രസംഗം നടത്തിയോ, അല്ലെങ്കിൽ വലിയ വലിയ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ ഒന്നും മാത്രമല്ല, മറിച്ച് നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നമുക്കുള്ള സാഹചര്യങ്ങളിൽ കഴിയുന്ന രീതിയിലെല്ലാം ഓരോ ചെറിയ പ്രവൃത്തികളും ദൈവസ്നേഹം നിറഞ്ഞതാകുമ്പോൾ, അത് ഈശോയ്ക്ക് വേണ്ടിയുള്ളതാകുമ്പോൾ മഹത്തരമായി തീരുന്നുവെന്ന് ഈ പുണ്യവതിയുടെ ജീവിതം നമ്മെ കാണിച്ചു തരുന്നു. ഈ വിശുദ്ധിയുടെ ജീവിതത്തിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥത്താലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അമ്മേ ധന്യേ അൽഫോൻസാമേ, സഹനത്തിൽ വാടാ